Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷവോമി ഈ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പോക്കോ F2 Pro എന്നുള്ളൊരു ഫോണിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റെഡ്മി K30 Proയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിയർ ക്യാമറ സെറ്റപ്പ്. നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 2020 മെയ്യിൽ തന്നെയാണ്. മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട്. ഈ ഒരു ഷവോമി പോക്കോ F2 Pro എന്ന് പറഞ്ഞൊരു ഫോൺ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 6.67 ഇഞ്ച് സൂപ്പർ അമലോഡ് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2400 ആണ്. അതുപോലെ തന്നെ 395 ppi ഡെൻസിറ്റിയാണ് ഈ ഒരു ഫോണിലുള്ളത്. കൂടാതെ ഈ ഒരു ഫോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്, പ്ലസ് ഒരു ഫേസ് അൺലോക്കിംഗ് ഫീച്ചറുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേനെ പറ്റി ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഒരു ട്രൂ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ നോച്ചില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ പ്ലസ് ഒരു 5 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ, അതുപോലെ തന്നെ ഒരു 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ LED ഫ്ലാഷും ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറേൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 8K വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഒരു 20 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഒരു ഒക്ടക്കോർ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ Adreno 650 GPU ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ Qualcomm Snapdragon 865 7nm ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB RAM പ്ലസ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB RAM പ്ലസ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5 RAM ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 4700 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോണാണിത്. സോ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിൽ ഷവോമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലസ് ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം 2020 ഇറങ്ങുന്ന ഏകദേശം എല്ലാ ഫോണിലും ഫാസ്റ്റ് ചാർജിങ് അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ പോക്കോ F2 Proയിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ല. പോക്കോ F2 Pro ഈ ഒരു ഫോണിൽ ആഡ് ചെയ്തിരിക്കുന്ന 2 ഫീച്ചേഴ്സാണ്. ഒന്ന് വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജി എന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹീറ്റുമായി ബന്ധപ്പെട്ട യാതൊരു പ്രോബ്ലം ഈ ഒരു ഫോണിൽ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം. രണ്ടാമത്തെ ഫീച്ചറാണ് ഗെയിമിംഗ് ടർബോ 3.0 എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് ഗെയിമെല്ലാം കളിക്കാം. സോ അപ്പോൾ ഒരു ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോ F2 Pro എന്ന് പറയുന്നത്. ഗ്രേ, പർപ്പിൾ, വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെ 4 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.